അഭിനയ രംഗത്തേക്ക് എത്തിയ ശേഷം രേണു സുധി കേൾക്കാത്ത പഴികൾ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും എല്ലാ വിമർശനങ്ങളെയും ഇന്ന് കാറ്റിൽ പറത്തിക്കൊണ്ട് വിജയകരമായി തന്നെയാണ് താരം മുന്നോട്ടു പോകുന്നത്. കയ്യിൽ അത്യാവശ്യം കാശും പ്രശസ്തിയും പുതിയ നിരവധി വർക്കുകളുമായി. പരിഹസിച്ചവരെ കൊണ്ട് തന്നെ നീയാണ് പെണ്ണെന്ന് പറയിക്കുന്ന രേണുവിനെയാണ് നമ്മൾ പ്രേക്ഷകരെല്ലാവരും ബിഗ് ബോസിന് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ പുതിയൊരു കാർ താരം സ്വന്തമാക്കിയിരിക്കുകയാണ്. നീല നിറത്തിലുള്ള സ്വിഫ്റ്റാണ് രേണു വാങ്ങിയിരിക്കുന്നത്. മക്കളായ കിച്ചുവിനും മൃദുലിനും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് രേണു കാർ ഡെലിവറിക്ക് എത്തിയത്. താക്കോൽ വാങ്ങി ആദ്യം കൊടുത്തതും മൂത്ത മകൻ കിച്ചുവിന്റെ കയ്യിൽ തന്നെ. ശേഷം നേരെ പുതുപ്പള്ളി പള്ളിയിൽ പോയി കാർ വെഞ്ചരിച്ചു മടങ്ങി. സത്യം പറഞ്ഞാൽ 2025 രേണുവിന്റെ വർഷമായിരുന്നു എന്ന് തന്നെ പറയാം. ഭർത്താവ് മരിച്ച് ജീവിതം അവസാനിച്ചെന്ന് കരുതിയെടുത്ത് നിന്ന് ഒറ്റയ്ക്ക് പൊരുതിയ രേണു സമൂഹം മുഴുവൻ തളർത്താൻ നോക്കിയപ്പോഴും അവൾ മാത്രം തളർന്നില്ല. ഇന്നവളെ അറിയാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ പറയാം. ഇന്നൊരു സൂപ്പർ സിനിമാ താരത്തെ കാണാൻ വരുന്ന ആൾക്കൂട്ടം രേണുവിനെ കാണാൻ തടിച്ചുകൂടുന്നുണ്ട്. കൂടാതെ അവളെ ബോഡി ഷേമിംഗ് ചെയ്തവർ പോലും അവളോടൊപ്പം ഇന്നൊരു സെൽഫി എടുക്കാൻ തിക്കും തിരക്കും ഉണ്ടാക്കുകയാണ്. എന്തായാലും രേണു സുധി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഒരാളെയും നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. നാളെ കാലം അവർക്ക് കരുതി വച്ചിരിക്കുന്ന വില വളരെ വലുത് തന്നെയായിരിക്കും. എനിവേ, കൺഗ്രാറ്റ്സ് രേണു.